അവൻ അവൻ്റെ ആവലാതികളും വേവലാതികളും എല്ലാം ഏലിയനോട് തന്നെ പറഞ്ഞു. അന്ന് രാത്രി ഏലിയൻ അവനെ ഉറക്കി. ഏലിയൻ്റെ ലോകത്തെ കഥകൾ ഒരുപാട് അവന് പറഞ്ഞു കൊടുത്ത് അവനെ ഉറക്കി. പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോൾ അവൻ ആവശ്യപ്പെട്ടത് അവന് സ്പേസ് ഷിപ്പിൽ കയറണമെന്നായിരുന്നു. സ്പേസ് ഷിപ്പിൽ കയറിയ അവൻ അടുത്ത ആഗ്രഹം പറഞ്ഞത് അവിടെയെല്ലാം വെള്ള പൂമ്പാറ്റകളെ കൊണ്ട് അലങ്കരിച്ചു കൊടുക്കണം, അവിടെ ഇങ്ങനെ പൂമ്പാറ്റകൾ പാറി നടക്കണമെന്നായിരുന്നു. അങ്ങനെ ആ ആഗ്രഹവും അവന് ഏലിയൻ സാധിച്ചു കൊടുത്തു. എന്നാൽ അതിനുശേഷം അവൻ ചോദിച്ചത് അവൻ്റെ ചെറുപ്പകാലത്തെ പറ്റിയായിരുന്നു. അപ്പോൾ ഏലിയൻ അവൻ്റെ ചെറുപ്പകാലവും പറഞ്ഞു കൊടുത്തു. ചെറുപ്പത്തിൽ അവൻ സ്പേസ് ഷിപ്പിൽ കയറിയതും ഏലിയനോടൊത്ത് കളിച്ചതും അവന് ഒരുപാട് ടോയ്സുകൾ കൊടുത്തതും എല്ലാം അവനെ പറഞ്ഞു കൊടുത്തു ഏലിയൻ. അവൻ അതെല്ലാം ആകാംക്ഷയോടെ കേട്ടിരുന്നു. അവന് വലിയ ഉത്കണ്ഠ തോന്നി. അവന് ചെറുപ്പകാലം ഒന്നും ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. ചെറുപ്പത്തിലും ഇതുപോലെ അവൻ ഏലിയനോട് ചേർന്ന് ഉറങ്ങിയിരുന്ന കഥകളെല്ലാം ഏലിയൻ പറഞ്ഞു കൊടുത്തു. സ്പേസ് ഷിപ്പിൽ കയറിയാൽ നല്ല സുഖമായി ഉറങ്ങുമായിരുന്നു അവൻ. അല്ലെങ്കിലും അവനൊരു ഉറക്കപ്രിയനായിരുന്നു. ജിമ്മി ചെറുപ്പത്തിലെല്ലാം വലുതായപ്പോഴും എപ്പോഴും ഉറങ്ങിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം ജിമ്മിയുടെ ആഗ്രഹപ്രകാരം ചെറുപ്പത്തിൽ ഏലിയൻ അവനെ മറ്റു ഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് വരെ ഉറക്കിയിട്ടുണ്ട്. ജിമ്മി എവിടെ പോയാലും കാഴ്ച കാണണമെന്ന് ആഗ്രഹം പറയും. എന്നാൽ അവിടെയെല്ലാം എത്തിയാൽ ജിമ്മി നന്നായി ഉറങ്ങുമായിരുന്നു. ഇതെല്ലാം കേട്ട ജിമ്മി വളരെ ഉത്കണ്ഠയോടെ ചോദിച്ചു. ഇത് കേട്ട ജിമ്മി ചോദിച്ചു, ചെറുപ്പത്തിലുള്ള എന്നെയും ഇപ്പോഴത്തെ എന്നെയും ഒരുമിച്ചുറക്കാൻ പറ്റുമോ എന്ന്. ഇത് കേട്ട ഏലിയൻ അപ്പോൾ തന്നെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. ഏലിയൻ അവൻ്റെ ചെറുപ്പകാലത്തെയും അവനെയും ഒരുമിച്ച് ഉറക്കിക്കൊടുത്തു. അവൻ്റെ ചെറുപ്പകാലത്തെ കണ്ട അവനെ കെട്ടിപ്പിടിച്ച് തന്നെ കിടന്നുറങ്ങി. ഏലിയനും വളരെയധികം സന്തോഷമായി. പിറ്റേന്ന് രാവിലെ അതാ നല്ല മഴ. ഏലിയനുമൊത്ത് കളിക്കുകയായിരുന്നു ജിമ്മി. എന്നാൽ മഴ കണ്ട അമ്മ പുറത്തു വന്നപ്പോൾ കണ്ടത് ജിമ്മി ഏലിയനുമായി കളിക്കുന്നതായിരുന്നു. ഇത് കണ്ട അമ്മ ആകെ ദേഷ്യത്തിലായി. അമ്മയ്ക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു അത്. ഇതൊരിക്കലും അമ്മ പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു. ഏലിയൻ തൻ്റെ മക്കളോട് കൂട്ടുകൂട്ടരുതെന്ന് അവർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. പാവം അമ്മ എന്തൊക്കെയോ ചിന്തിച്ചു. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.